ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ എന്ത് ചെയ്യാനല്ലേ. അപ്പോൾ ആദ്യം തന്നെ രാവിലെ മുതൽ തുടങ്ങി കേട്ടോ ഇന്നത്തെ വീഡിയോയും. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എനിക്ക് രാവിലെ മുതൽ വ്ളോഗ് എടുക്കാനാണ് കൂടുതലും ഇഷ്ടം കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, രാവിലെ നീച്ച് വന്ന പാടെ വീഡിയോ എടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ചെറിയ മടിയാണ് കേട്ടോ. വൈകുന്നേരം നമ്മൾ ഈവനിങ് വ്ളോഗും നമ്മളങ്ങനെ കുറച്ചൊക്കെ തന്നെ ചെയ്യാറുള്ളൂ. കൂടുതലും രാവിലെ മുതൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ് കേട്ടോ. എനിക്ക് അതാണ് കൂടുതലും ഇഷ്ടമുള്ളത്. അപ്പോൾ എന്താപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വറുക്കുകയാണ് കേട്ടോ കിച്ചുവിന് കൊണ്ടുപോകാനുള്ളത്. ഇന്നാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സുള്ള ദിവസമാണ് കേട്ടോ കിച്ചുവിന്. അപ്പോൾ ഉരുളക്കിഴങ്ങ് അവന് വറുക്കുന്നുണ്ട്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും വെക്കുന്നുണ്ട് കേട്ടോ അവന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രമാകുമ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടോ, ഉരുളക്കിഴങ്ങ് മാത്രം എന്താ അമ്മ ആക്കണത്, കൂട്ടാൻ വേറെ ഇല്ലേ ചോദിച്ചു. അപ്പോൾ സാമ്പാർ എന്തെങ്കിലും കറിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതവൻ കൊണ്ടുപോയില്ല. അവന് വേറെ ഉപ്പേരിയാണ് അവൻ ഉദ്ദേശിച്ച് തോന്നുന്നു. അപ്പോൾ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉപ്പേരി കൊണ്ടുപോകാറൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഉരുളക്കിഴങ്ങ് വറക്കണ സമയത്ത് വേറെ ഉപ്പേരി ഒന്നും കൊടുത്തയക്കാറില്ല. അതാണ് കേട്ടോ അവൻ പറഞ്ഞത്. അപ്പോൾ ചോദ്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നും എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാനാണെന്ന്. പക്ഷേ എവിടെ, പാത്രത്തിൽ അത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ അവൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ അത് ബീട്രൂട്ടാണ് കേട്ടോ ഉപ്പേരി വയ്ക്കാനുള്ളത്. അപ്പോൾ അത് എടുത്തിട്ട് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രണ്ട് കിഴങ്ങും കൂടി എക്സ്ട്രാ ഇരിക്കുന്നുണ്ട്, അതും കൂടി ഇട്ടിട്ട് അത് ബീട്രൂട്ടും കിഴങ്ങും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങയൊക്കെ അരച്ചിട്ടുള്ളത്, തേങ്ങ അരച്ച് ഇതിരിക്കിട്ടിട്ടുള്ള കറി ഇതാ പറയുന്നത്, ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ അവന് ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ബീട്രൂട്ട് ഞാൻ കുഞ്ഞിതാക്കിയിട്ടാണ് കേട്ടോ അരിയണത്, നന്നെ അരിയണത്. വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ അരിയാറില്ല കേട്ടോ, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയാറില്ല. അതങ്ങനെ പെട്ടെന്ന് വേവും ചെയ്യും കേട്ടോ. വലിയ കഷ്ണങ്ങളാക്കി വേവില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ചെറുതാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി പെട്ടെന്ന് വേവും കേട്ടോ ബീട്രൂട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ബീട്രൂട്ട് അരിയിലും ഒക്കെ കഴിഞ്ഞ് അതൊക്കെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. തീയാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കത്തണമില്ല കേട്ടോ. ഒരു വലിയൊരു കഷ്ണം ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ തീ അങ്ങനെ കെട്ട് കിടക്കുകയാണ് കേട്ടോ. തീ കത്തിപ്പിടിച്ച് തന്നെയായിരുന്നു. അത് എൻ്റെ ഒരു ശ്രദ്ധ തെറ്റിയപ്പോൾ തീൻ്റെ പണിയൊക്കെ പോയിട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, പുറത്തുനിന്ന് പറയുമ്പോൾ ഒടുക്കാത്ത തണുപ്പാണ്. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ തണുപ്പുള്ളൊരു മാസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിന്നു കേട്ടോ. അങ്ങനെയെങ്കിൽ കുറച്ച് ചൂട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ രാവിലെ നീച്ച് വരുമ്പോൾ മാത്രമാണ് നമുക്കൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തണുപ്പ് വല്ലാതെ അങ്ങോട്ട് അറിയില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തണുപ്പ് പോകണമെന്നുണ്ടെങ്കിൽ മുറ്റത്ത് ഇറങ്ങിയിട്ട് മുറ്റം അടിച്ചു വരണം, എന്നാലാണ് എൻ്റെ തണുപ്പ് പോകുള്ളൂ കേട്ടോ. അല്ലാതെ അത്ര പെട്ടെന്ന് തണുപ്പ് എനിക്ക് പോകാറില്ല. മുറ്റടിച്ചു വാല് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത്ര വലിയ തണുപ്പ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ ബീട്രൂട്ട് ഉപ്പേരി വയ്ക്കാൻ വേണ്ടി തീയൊക്കെ ഒന്ന് കത്തിച്ച് പിടിപ്പിച്ചു കേട്ടോ, കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം. അങ്ങനെ പിന്നെ ബീട്രൂട്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഗ്യാസിൽ തന്നെ വെക്കണം കേട്ടോ. പിന്നെ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിറകടുപ്പിന് വലിയ മൈൻഡ് ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ ഗ്യാസൊക്കെ തീരണം, എന്നാലാണ് വിറകടുപ്പിൻ്റെത് തൊട്ട് കെഞ്ചുള്ളൂ കേട്ടോ. ഒന്ന് കത്ത് പറഞ്ഞിട്ട് അത് വരെ നമുക്ക് ഗ്യാസിൽ ഇട്ടിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇന്ന് ഉള്ളി ഇടുന്നില്ല കേട്ടോ. ഉള്ളിയുടെ സത്യത്തിൽ ഞാൻ മറന്നതാണ്, ഉള്ളി ഇട്ടിട്ടില്ല. കടുക് പൊട്ടിച്ചിട്ടിട്ട് ബീട്രൂട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകിയിട്ട്. പിന്നെ ഇതൊന്ന് വെന്തതിന് ശേഷം, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വെന്തതിന് ശേഷമാണ് അടുത്തത് തേങ്ങ ഇടുള്ളൂ കേട്ടോ. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴത്തേന് തേങ്ങയൊക്കെ ചിരകി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഏട്ടനെ കൊണ്ട് തേങ്ങ പൊളിപ്പിച്ചു കേട്ടോ. രാവിലെ ഏട്ടൻ നീച്ചിട്ട് തേങ്ങയൊന്നും പൊളിച്ച് തരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ ഏട്ടൻ നീക്കുമ്പോൾ തന്നെ 7 മണിയാവും. നമുക്ക് അപ്പോഴേക്ക് പോരല്ലോ, അതിന് കുറച്ച് നേരത്തെ വേണ്ട. ഞാൻ നീക്കണ സമയത്ത് എന്തായാലും ഏട്ടൻ നീച്ചിട്ട് എനിക്ക് തേങ്ങയൊന്നും വെട്ടി പൊളിച്ച് തരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇന്നലെ തന്നെ ഞാൻ എല്ലാം ചെയ്യിപ്പിച്ചു കേട്ടോ. ഇത് വെട്ടി പൊളിച്ചായിട്ട് കേട്ടോ. ഏട്ടൻ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ എന്താണ്ടായി വെച്ചിട്ടാ, നല്ല തണുപ്പ് ഓവറായിട്ട് തേങ്ങ ഒരുമാതിരി കട്ടായി കിട്ടും. അത് കാരണം നേരം പോലെ ചിരകി കഴിഞ്ഞ് തേങ്ങ ചാടൻ തന്നെ ഇല്ല. എന്നാലും തന്നെ ചാടണം കേട്ടോ. ഐസും കട്ട നമ്മളിങ്ങനെ കുഞ്ഞീതായിട്ട് ചാടില്ല, അതുപോലെ ചാടണം കേട്ടോ. ചെറിയതായിട്ടാണ് ചാടണ്. നല്ലപോലെ ഒന്നും തേങ്ങ വരണന്നില്ല കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെക്കിയ കാരണം കൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിന് ശേഷം പിന്നെ കുറച്ച് ഒരു പച്ചമുളകും കുറച്ച് ജീരകവും കൂട്ടിയിട്ട്
തേങ്ങ ഞാനൊന്ന് അരച്ചെടുത്തു, വെള്ളമൊന്നും ചേർക്കാതെ അരച്ചത് കേട്ടോ. അതങ്ങനെ അരച്ചെടുത്തു. എന്നിട്ട് എന്താ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഉണ്ടല്ലോ, ബീട്രൂട്ടൊക്കെ അപ്പത്തിന് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അടി പിടിക്കില്ലേ. അങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ബീട്രൂട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇത് എത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി. പിന്നെ നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് സവാളയോ ചെറുള്ളിയോ എന്തെങ്കിലും അരിഞ്ഞിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുള്ളത്, പക്ഷേ ഇന്ന് എന്തോ മറന്നതാണ് സത്യത്തിൽ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പേരിക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. എൻ്റെ കിച്ചുവിനൊക്കെ നല്ല ഇഷ്ടമാണ്. അതിന് ശേഷം പിന്നെ നേരം വെളുത്തു കേട്ടോ. പിന്നെ ഞാൻ ചോറൊക്കെ വാർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചോറൊക്കെ അപ്പത്തിന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ ഒന്ന് വാർക്കണം. പിന്നെ അതിന് ശേഷം വേണം മുറ്റടിക്കാനും ഒക്കെ തീർക്കാൻ. ഇപ്പം തന്നെ നല്ല അത്യാവശ്യം കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. സമയമൊക്കെ ഒരുപാടായിട്ടുണ്ട്, 7 മണി 7:15 ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ എന്നും എൻ്റെ ചോറ് വേവാട്ടോ. 7 മണിയാവും എങ്ങനെ പോയാലും ചോറ് വാർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ഒരു സമയത്ത് കറക്റ്റ് എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. കറക്റ്റ് ആ ടൈമിൽ തന്നെ ഞാൻ ചോറ് വെക്കാനും അതെ വാർക്കാനും അതെ ഒരു ടൈമാണ് കേട്ടോ എനിക്ക്. ആ ടൈമിൻ്റെ അപ്പുറമോ ഇപ്പുറമോ പോവില്ല കേട്ടോ. ആ കറക്റ്റ് ടൈം തന്നെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ പിന്നെ അടുപ്പൊക്കെ അപ്പത്തിന് കെട്ടു കേട്ടോ. വിറകൊന്നുമില്ല അടുപ്പിൽ, തീക്കനലുണ്ട് പക്ഷേ വിറകും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ചോറ് എന്തായാലും വാർത്ത് വെച്ചല്ലോ, ഇനി കുട്ടികൾക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കണം. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇങ്ങനത്തെ ഈ ചെമ്പിലാക്കിയിട്ട്, ഇതാണ് കുളിക്കാൻ വെക്കണ പാത്രമാണ് കേട്ടോ, അത് വെള്ളം വെക്കണ പാത്രം. അതിൽ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് വന്നിട്ട് ഞാൻ അടുപ്പിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ 8 മണിയാകുമ്പോഴത്തേനൊക്കെ ചൂടാവുമല്ലോ, അപ്പോഴത്തേനും മതി. അപ്പോഴേ അവരെ കുളിപ്പിക്കുകയുള്ളൂ, വെള്ളം ഒന്ന് ചൂടായിട്ട്. കാരണം തണുപ്പുണ്ടല്ലോ, അവർക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ നല്ല മടി കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം പിന്നെ മുറ്റടിച്ച് വരാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പത്തിന് നേരം നന്നായി വെളുത്തിട്ടുണ്ട് കേട്ടോ. 7:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു നേരത്തൊന്നും ഞാൻ മുറ്റടിച്ച് വരാറില്ല കേട്ടോ. ഇതിന് നേരത്തെ അടിച്ച് വരാനുണ്ട്, പക്ഷെ ഇന്ന് എന്തോ വൈകി പോയിട്ടോ. എന്താണെന്നറിയില്ല, ചില ദിവസങ്ങൾ അങ്ങനെയാണ് കേട്ടോ. നേരം വൈകും, ചില ദിവസം നേരത്തെ ആവും. പക്ഷെ ഇത്രയും നേരം വൈകാറില്ല ഞാൻ മുറ്റടിച്ച് വരാനൊന്നും. 7 മണിൻ്റെ ഉള്ളിൽ എങ്ങനെ ആയാലും മുറ്റടിച്ച് വരലും കാര്യങ്ങളൊക്കെ കഴിയണതാണ്. ഇന്നെന്തോ നേരം വൈകി കേട്ടോ, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു മുറ്റത്ത് കൂടെ. എന്തായാലും പൊടിക്കൊന്നും യാതൊരു കുറവുമില്ല കേട്ടോ. പൊടിയൊക്കെ നല്ല പോലെ തന്നെ ഉണ്ട്. കാറ്റൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ പൊടി നല്ല പോലെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വേനൽക്കാലമല്ലേ, ഇതൊന്നും കഴിയാതെ ഇനി അടുത്ത മഴക്കാലം വരാതെ ഈ മുറ്റത്ത് മണ്ണ് ഒതുങ്ങില്ല കേട്ടോ. അത്രയും മണ്ണുണ്ടാവും. മണ്ണും ഒരുമാതിരി പാറമണൽ പോലത്തെ മണ്ണൊക്കെയാണ് കേട്ടോ ഇവിടെ. ഒരു എന്താ പറയുക, ഒരുമാതിരി അലർജി പിടിക്കുന്ന ഒരു മണ്ണാണ് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ നല്ല പാടാണ്, മുറ്റടിച്ച് വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. പൊടി ഇങ്ങനെ നല്ല പാറ് കാരണമാണ്. അതാണ് ഞാൻ കൂടുതലും വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. വെള്ളം എത്ര ചിലവാകും അതൊന്നും ഞാൻ നോക്കാറില്ല. മുറ്റത്ത് വെള്ളം നല്ലോണം ഒഴിച്ചു വിടും. പിന്നെ വെള്ളം വന്ന ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൈപ്പ് പിടിച്ചിട്ട് നല്ല നനച്ചിടും കേട്ടോ. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, കുട്ടികൾ ഏത് നേരം മണ്ണിൽ കളിക്കും. പക്ഷേ ഈ വെള്ളം ഒഴിച്ചിടണമൊക്കെ അപ്പോഴത്തെ ആ ഒരു തന്നെ ഉള്ളൂ കേട്ടോ. വെള്ളം അങ്ങോട്ട് നല്ല വാർന്നട ഇറങ്ങും. പെട്ടെന്ന് തന്നെ ഒഴിക്കണ മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പോഴത്തേനും ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അത്രയും എന്താ പറയുക, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത്രയും വറ്റി വേഗം പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെ ഒന്നും ആയിട്ടില്ല. കാലാവസ്ഥ വെയിലും ചൂടൊന്നും ആയിട്ടില്ല, ആയി വരണേനേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആ സമയമായി കഴിഞ്ഞാൽ എന്താവും എന്നൊക്കെ നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ രണ്ടാളും നീച്ച് വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർക്കിപ്പോൾ വെയിൽ ചൂടായാലെന്താ, നേരം വെളുത്താലെന്താ, വെളുത്തില്ലെങ്കിൽ എന്താ, അവർക്ക് പോവാറാകുമ്പോഴത്തേന് നീച്ച് വന്നാൽ പോരെ. അപ്പോൾ അവർ രണ്ടുപേരും നീച്ചിട്ടും അങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചുവിൻ്റെ പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അകത്തേക്ക് അടുക്കളയ്ക്ക് വന്നിട്ട് മുന്തിരി എടുത്ത് കഴിക്കാൻ കേട്ടോ. ഇതവർക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമാണ് കേട്ടോ, കിച്ചുവിന് കൊണ്ടുപോകാനുള്ള വെള്ളം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കുടിക്കാനുള്ള വെള്ളവും ഞാൻ പതിമുഖമൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് ഗ്യാസിൽ തിളപ്പിച്ച് വെച്ച വെള്ളമാണ് കേട്ടോ. അത് ചൂടാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തുറന്ന് വെച്ചടക്കണത്. പിന്നെ പച്ചമുന്തിരി വാങ്ങിച്ചു. നമ്മുടെ തൊട്ടടുത്ത കടയിൽ പച്ചമുന്തിരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് മുന്തിരിയൊക്കെ ഞാൻ വാങ്ങിച്ചു. നല്ല മധുരമുള്ള അത്യാവശ്യം നല്ല നീട്ടുള്ള മുന്തിരിയാണ് കേട്ടോ. പച്ചമുന്തിരി ആണെങ്കിലും ചെറുതല്ല, നല്ല നീളമുള്ള മുന്തിരി. പക്ഷെ നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പുളിപ്പില്ല കേട്ടോ, നല്ല മധുരമാണ്. അതാണ് കിച്ചു ഇങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം. അവനാണെന്നുണ്ടെങ്കിൽ പച്ചമുന്തിരി ജീവനാണ് കേട്ടോ, നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ഓറഞ്ചൊന്നും അങ്ങനെ കഴിക്കണില്ല കേട്ടോ, കാരണം കുറേ ദിവസം ഓറഞ്ച് തന്നെ കൊടുത്തു വിടുക കാരണം കൊണ്ടാണ് തോന്നുന്നു ഓറഞ്ചിനോട് ഇപ്പോൾ വെറുപ്പായെടുക്കണു. ഇനി മുന്തിരി തന്നെ കുറച്ച് ദിവസം കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ മുന്തിരിനോട് വെറുപ്പായിട്ട് ഓറഞ്ചിനെ തന്നെ വീണ്ടും കയറി പിടിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പോൾ അതിന് ശേഷം പിന്നെ കിച്ചുവിനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മ പോയിട്ടില്ല കേട്ടോ, അവൾ ഇന്ന് പോവുകയാണ്. അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അവൾ ഇന്ന് പോവുകയാണ്. ഉച്ചയ്ക്ക് അവളും പോവും. അപ്പോൾ കിച്ചുവിന് ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ അവനെന്തായാലും പറഞ്ഞയക്കണം. അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് അവനെ സ്കൂളിലേക്കൊക്കെ അവൻ പോകണം അവൾ കാണുന്നത് കേട്ടോ. അങ്ങനെ അവർ അവിടെ തന്നെയല്ലേ എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇന്ന് പിന്നെ അവൾക്ക് ക്ലാസ് ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ അവൾ ഇന്നുണ്ട്.
അപ്പോൾ അങ്ങനെ കിച്ചു സ്കൂളിലേക്ക് ബസ് കയറ്റി വിടാൻ വേണ്ടി അവളും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് അവൻ സ്കൂളിലേക്കൊക്കെ പോണത് തന്നെ കാണുന്നത് കേട്ടോ. യൂണിഫോമും ബാഗൊക്കെ ഇട്ടിട്ട് പോണത് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഉമ്മർത്ത് പടിക്കൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അവൻ്റെ ബസ് ഇപ്പോൾ വരും. അപ്പോൾ അവനെ കയറ്റി വിട്ടിട്ട് വേണം, അവൾ ഉച്ചയ്ക്ക് പോവുകയും ചെയ്യും. പിന്നെ തുമ്പിക്കുട്ടീനെ അംഗനവാടിക്കൊന്നും വിടുന്നില്ല കേട്ടോ. അപ്പോൾ അവളിതാ സൈക്കിൾ ചവിട്ടി കളിക്കാൻ കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസിന് പോകും. അമ്മ പോയതിന് ശേഷം ഞാൻ പ്രാക്ടീസിന് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുമ്പീനെ വിടണില്ല. ഇപ്പം എൻ്റെ ഒരു ഡാൻസ് പ്രാക്ടീസ് കാരണം കൊണ്ട് എൻ്റെ കുട്ടിക്ക് അംഗനവാടിക്ക് പോകാനും പറ്റണില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഉച്ചയ്ക്കാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. അവൾ പോകുമ്പോൾ പോകാൻ വേണ്ടി 1:15 ബസ്സിനവൾ പോകട്ടോ. അപ്പത്തിനവൾ റെഡിയായി നിൽക്കുകയാണ്. ബസ്സൊക്കെ വരാറായിട്ടുണ്ട്. അപ്പം നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ മേമ പോണതിന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്കാണെന്നുണ്ടെങ്കിൽ പോവാതിരിക്കാനും പറ്റില്ല. നാളെ ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ അവൾക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോവാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം പോയി നിൽക്കണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കോ ഇല്ലെന്നൊന്നും അറിയില്ല. അങ്ങനെ അവളിതാ ബസ്സിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ, ബസ് കയറണേൻ്റെ സ്റ്റോപ്പിലേക്ക്. അപ്പോഴത്തേനും നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ കിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായാലും മേമേനെ ചോദിക്കും. അല്ല, അവനെ അറിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ, അവൾ പോണത് അറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്തായാലും ചോദിക്കും വന്നു കഴിഞ്ഞാൽ. തുമ്പിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ അവളൊരു 10 രൂപ എടുത്ത് കൊടുത്തുട്ടോ, മിഠായി വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതും കിട്ടിയപ്പോൾ അവളുടെ കരച്ചിലൊക്കെ നിന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ പിന്നെ ഏട്ടൻ്റെ വീടിൻ്റെ അവിടേക്ക് വന്നു കേട്ടോ. അയ്യോ, അവിടെ വന്നപ്പോൾ കനാലിൽ നിന്ന് ആകെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടോ ഈ വേനൽക്കാലത്ത് അവിടെ നിന്ന് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണമെന്നുള്ളത്. അത് വേറൊന്നുമല്ല കേട്ടോ, ഡാം എന്തോ തുറന്ന് വിട്ടിട്ട് അങ്ങനെ വെള്ളം വന്നതാണ്. നമ്മുടെ ഇവിടെ അടുത്തുള്ള തന്നെ തോന്നുന്നു. അത് തുറന്നു വിട്ടപ്പോൾ അങ്ങനെ വെള്ളം വരാറുണ്ട് കേട്ടോ, എല്ലാ വർഷം വരണ തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകും കേട്ടോ കനാലൊക്കെ. കനാലിൽ നിന്ന് കനാലിന് ഇപ്പുറത്തേക്ക് ഇന്നലെ അല്ല, ഇന്ന് രാവിലെയാണ് വെള്ളം വന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ തോന്നുന്നു. ആ വന്ന സമയത്തൊക്കെ ഈ തിണ്ട് പോലെ ഉണ്ടല്ലോ, അതൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ട് അത്ര ഒഴുകുണ്ടായിരുന്നത്. ഇപ്പം ഇത്തിരി കമ്മിയായിക്കാണ് കേട്ടോ. ഇനി കമ്മിയായി വരും. ഇന്നത്തെ ഈ ദിവസം തന്നെ ഈ ഒരു ആറാട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ കുട്ടികളും മക്കളും എല്ലാവരും കൂടി കനാലിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. ഈ പരിസരത്തുള്ള ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കുട്ടികളും നീന്തി പഠിക്കണു. ചിലവർ നീന്തണു, ചാടി മറയണു, വെള്ളം കലക്കണു. എൻ്റെ ചക്കനും പെണ്ണും ഈ പുറത്ത് കൂടെ. അവരുടെ പിന്നെ താവടക്കൊന്നും ഇറക്കിയില്ല കേട്ടോ. അവർ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ മുങ്ങും. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഒന്നും ഇറക്കിയിട്ടില്ല. അവരിതാ ഈ പുറത്തേക്ക് കവിഞ്ഞൊഴുകണ വെള്ളം കണ്ടോ, അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെക്കന്മാരോടെ കളിച്ചിട്ട് വെള്ളം കലക്കി വിടാണ് കേട്ടോ. പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഉണ്ടായിരുന്നത്, കലങ്ങിയ വെള്ളമൊന്നും അല്ല കേട്ടോ. അത് കുട്ടികൾ കളിച്ചിട്ട് ഇപ്പോൾ കലക്കിയതാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇതാ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിലൊക്കെ. അവരൊക്കെ നനഞ്ഞ് വീണ്ടിയിട്ട് ഇനി വേറെ ഡ്രസ്സ് കൂടി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നനഞ്ഞിട്ട് ഇനി പോകണം വീട്ടിലേക്ക്. അങ്ങനെ അവരവിടെ കളിക്കലും കാര്യം നല്ല രസമാണ് കേട്ടോ. വൈകുന്നേരം സമയത്ത് ഇവിടെ നിൽക്കാനും നല്ല രസമാണ് കേട്ടോ. ഒരു പ്രത്യേക സുഖമാണ് ഈ കനാൽമ കയറി നിൽക്കുക എന്നുള്ളത്. കുട്ടികളാണെന്നുണ്ടെങ്കിൽ വല്ല ഗൃഹിണി പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട സൈസിലാണ് കേട്ടോ. എന്തൊരു ആർമാദിക്കലാണ് വെച്ചിട്ട് വെള്ളം കണ്ടിട്ട്. മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് നിറയെ വെള്ളമായിരിക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കനാലിൽ വെള്ളം നിറഞ്ഞ ഏട്ടൻ്റെ വീടുണ്ടല്ലോ, ഞങ്ങളുടെ വീട്, അവിടെ മുറ്റത്ത് ചേറ് നിറയും കേട്ടോ. വെള്ളവും ചേറും നിറയും. കാരണം ഉറവ താഴെ കുണ്ടിലല്ലേ വീട്, ഈ കനാലിൻ്റെ താഴെയാണല്ലേ വീടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറവ അങ്ങനെ വന്നിട്ട് നിറയെ മുറ്റത്ത് കൂടെ ഒക്കെ ചളിയും വെള്ളം നടക്കാനും പോലും പറ്റില്ല കേട്ടോ. ഇപ്പോഴും വെള്ളമുണ്ട്. കനാലിൽ വെള്ളം വന്നാൽ അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ അവരിതാ കുറേ നേരം കളിച്ചു. ഏട്ടനാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്തിട്ട് വന്നിട്ടും ഇല്ല കേട്ടോ. അതുവരെ ഇവർക്ക് കളിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആകെ നനഞ്ഞു കേട്ടോ. ഇവരുടെ കൂട്ടത്തിൽ ഇവരിൻ്റെ മേലേക്ക് വെള്ളം തെറിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും നനഞ്ഞു. അവിടുന്ന് പിന്നെതാ ഞങ്ങൾ വീട്ടിലേക്കാണ് ഇനി നേരെ പോണത്. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ തെളിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരേക്കും ബൈ.